നമസ്കാരം. 2 മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്കുള്ള മനുഷ്യക്കടത്ത് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ADGP S ശ്രീജിത്ത് കേസ് അന്വേഷിക്കും. റഷ്യയിൽ കൊല്ലപ്പെട്ട ബിനിലിന്റെയും പരിക്കേറ്റ ജെയിൻ കുര്യന്റെയും ബന്ധുക്കളുടെ പരാതിയിലാണ് നടപടി. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന 16 ഇന്ത്യക്കാരെ കുറിച്ച് വിവരമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇവരെ കണ്ടെത്താൻ ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഇതുവരെ റഷ്യൻ സേനയിൽ ചേർന്ന 12 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഷാരോൺ വധക്കേസിലെ വിധിക്ക് പിന്നാലെ പ്രതികരണവുമായി ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് കെമാൽ പാഷ. പ്രതി ഗ്രീഷ്മയ്ക്ക് ലഭിച്ച ശിക്ഷ മേൽക്കോടതിയിൽ നിലനിൽക്കാൻ സാധ്യത കുറവാണെന്ന് കെമാൽ പാഷ പറഞ്ഞു. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടേത് അധിക ശിക്ഷ എന്നാണ് തന്റെ അഭിപ്രായമെന്നും സുപ്രീം കോടതി വിധികൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാണ്. ഗ്രീഷ്മയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സമ്മർദ്ദം ഷാരോൺ ഒരുക്കിയത് കോടതി പരിഗണിക്കണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 24 വയസ്സ് മാത്രമാണ് പ്രതിക്ക് പ്രായം. പക്വതയില്ലാത്ത മനസ്സാണ് പെൺകുട്ടിയുടേത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല ഇതെന്നും റിട്ടയർഡ് ജസ്റ്റിസ് കെമാൽ പാഷ പറഞ്ഞു. ഗോമൂത്രം കുടിച്ചാൽ അസുഖം മാറുമെന്ന വിവാദ പരാമർശത്തെ ന്യായീകരിച്ച് മദ്രാസ് IIT ഡയറക്ടർ. ഗോമൂത്രത്തിന് ഔഷധ ഗുണമുണ്ടെന്നും ശാസ്ത്രീയ സംവാദത്തിന് തയ്യാറാണെന്നും ഡയറക്ടർ പറഞ്ഞു. ഗോമൂത്രം ഔഷധമാണെന്ന് ഗവേഷണങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ടെന്നും തെളിവ് ഹാജരാക്കാമെന്നും IIT ഡയറക്ടർ V കാമകോടി പറഞ്ഞു. അമേരിക്കയിൽ നടത്തിയ 5 ഗവേഷണ പ്രബന്ധങ്ങൾ കൈമാറാമെന്നും അവിടെ ഗോമൂത്രത്തിൽ ഗുണം ചെയ്യുന്ന ഘടകങ്ങൾ ഉണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നും കാമകോടി പറഞ്ഞു. ജമ്മു കാശ്മീരിലെ സോപോർ പ്രദേശത്ത് രാത്രിയിൽ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു ഇന്ത്യൻ സൈനികൻ കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. സോപോർ പോലീസ് ജില്ലയിലെ സലൂറ ഗുജാർപതിയിലെ ഒരു ഒളിത്താവളത്തിൽ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ സൈനികനായ സെപോയ് പങ്കല കാർത്തിക്കിന് പരിക്കേറ്റു. വെടിവയ്പ് നടന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുന്നതിനിടെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നും സൈന്യം അറിയിച്ചു. 2025 ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരങ്ങളുടെ പട്ടികയിൽ അബുദാബി ഒന്നാമത്. സുരക്ഷാ പദ്ധതികൾ, ആസൂത്രണം, സംരംഭങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നതിലെ എമിറേറ്റിന്റെ ശ്രമങ്ങളാണ് നേട്ടത്തിന് അർഹമായത്. 2025 റാങ്കിങ്ങിൽ 382 ആഗോള നഗരങ്ങളിൽ നിന്നാണ് 1-ാം സ്ഥാനം അബുദാബിക്ക് ലഭിച്ചത്. 9 വർഷം തുടർച്ചയായി ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമെന്ന പദവി അബുദാബിക്കാണ് ലഭിക്കുന്നത്. പ്രമുഖ ഓൺലൈൻ ഡേറ്റാബേസായ നെംബ്യോ ആണ് നഗരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടത്. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.